السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونصلي ونسلم على رسوله الكريم أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു അഅറാബി വന്നുകൊണ്ട് ഇപ്രകാരം പറയുകയുണ്ടായി: യാ റസൂലല്ലാഹ്, ഇന്നി ഖദ് ആലജ്തുൽ ഖുർആന ഫലം അസ്തതിഉഹു. നബിയെ, ഞാൻ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമിക്കുകയുണ്ടായി, അതിനുവേണ്ടി ഒരുപാട് ഞാൻ സമയം ചെലവഴിക്കുകയുണ്ടായി. ഫലം അസ്തതിഉഹു, പക്ഷേ എനിക്കത് വേണ്ട രൂപത്തിൽ പഠിക്കാൻ സാധിക്കുന്നില്ല എന്ന് നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സങ്കടം പറയുകയുണ്ടായി. ഫഅല്ലിംനി ഷൈഅൻ യുജ്സിഉ മിനൽ ഖുർആൻ, അതുകൊണ്ട് ആ ഖുർആൻ പഠിക്കുന്നതിൻ്റെ പകരമായി എനിക്ക് മറ്റെന്തെങ്കിലും പഠിപ്പിച്ചു തരണം. ആ ഖുർആനിന് പകരമായി എനിക്ക് പ്രതിഫലം ലഭിക്കുന്ന, എനിക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന, എൻ്റെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു തരണമെന്ന് ആ സ്വഹാബി പറയുകയുണ്ടായി. നബി തങ്ങൾ പറഞ്ഞു: ഖുൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. നീ ഈ ദിക്ർ പറയുക എന്ന് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് ആ അറാബി അതിങ്ങനെ നബി തങ്ങൾ പറഞ്ഞതിൻ്റെ ശേഷം അദ്ദേഹം ഒന്ന് പറഞ്ഞു നോക്കി. ഫഖാലഹ വ അംസകഹ ബി അസ്ബഇഹി, അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിരലിൽ ഇങ്ങനെ എണ്ണം പിടിച്ചു. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് എണ്ണം പിടിച്ചു. എന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു: യാ റസൂലല്ലാഹ്, ഹാദാ ലി റബ്ബി ഫമാലി. അദ്ദേഹം നിഷ്കളങ്കമായിട്ട്, അദ്ദേഹം ഒരു ഗ്രാമവാസിയാണ്, അദ്ദേഹം നബി തങ്ങളുടെ അടുക്കലേക്ക് കാണാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹം നിഷ്കളങ്കമായിട്ട് ചോദിച്ചു: അള്ളാഹുവിൻ്റെ റസൂലെ, ഇത് എൻ്റെ രക്ഷിതാവിനുള്ളതാണ്, ഫമാലി, ഇതിൽ എനിക്കെന്താണ് ഉള്ളതെന്ന് ചോദിച്ചു. കാരണം ഈ ദിക്ർ എന്ന് പറയുന്നത് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യലാണ്, പിന്നെ അള്ളാഹുവിനെ തഹ്മീദ് പറയലാണ്, അള്ളാഹുവിൻ്റെ തഹ്ലീൽ പറയലാണ്, തക്ബീർ പറയലാണ്. എല്ലാം അള്ളാഹുവിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന വചനങ്ങളാണ്. ഇതിൽ നിന്ന് എനിക്കെന്താണ് കിട്ടുക എന്ന് ആ അറാബി ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ ചോദ്യം കേട്ടിട്ട് നബി തങ്ങൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് മറുപടി പറഞ്ഞു: തഖൂൽ, നീ പ്രകാരം പറയുക: അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി. അള്ളാഹുവെ, നീ എനിക്ക് പുറത്തു തരണേ, വർഹംനി, നീ എനിക്ക് കരുണ ചെയ്യണമേ, വആഫിനി, നീ എനിക്ക് ആരോഗ്യം തരണമേ, ആഫിയത്ത് തരണേ, വർസുഖ്നി, നീ എനിക്ക് റിസ്ക് നൽകണമേ എന്ന് അദ്ദേഹത്തിനോട് നബി തങ്ങൾ പറയുകയുണ്ടായി. ചില റിവായത്തിൽ പറയുന്നുണ്ട് വഹ്ദിനി, നീ എനിക്ക് ഹിദായത്ത് നൽകണേ എന്നുകൂടി നബി തങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് അദ്ദേഹം പറഞ്ഞു കേട്ട് നബി തങ്ങളിൽ നിന്ന് പഠിച്ചെടുത്ത് അദ്ദേഹം തിരിച്ചു പോവുകയുണ്ടായി. അപ്പം നബി തങ്ങൾ മറ്റുള്ള സ്വഹാബികളോട്, കൂടിയിരിക്കുന്ന ആളുകളോട് പറഞ്ഞു: ദഹബൽ അറാബിയു വഖദ് മലഅ യദൈഹി ഖൈറ. ഇയാൾ പോകുന്നത്, അദ്ദേഹം ഈ പഠിച്ചെടുത്ത് പോകുന്ന ഈ ദിക്ർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇരു കൈകളിലും നിറയെ ഖൈറുകളുമായി, നന്മകളുമായിട്ടാണ് അദ്ദേഹം തിരിച്ചു പോകുന്നതെന്ന് മറുപടി പറയുകയുണ്ടായി. ഈ ദിക്ർ ഏതാണെന്ന് ഓർമ്മ വന്നു: അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്നുള്ള ദിക്ർ നമ്മളെല്ലാവരും നമ്മുടെ നിത്യജീവിതത്തിൽ നമസ്കാരത്തിൽ ഒന്നിലധികം പ്രാവശ്യം പറയുന്ന ദിക്റാണ്. ചില സമയത്ത് നമ്മൾ അതിൻ്റെ കൂടെ വജ്ബുർനി വർഫഅനി എന്നുകൂടെ ചില ആളുകൾ കൂട്ടിച്ചേർത്ത് പറയാറുണ്ട്. രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ നമ്മൾ പറയുന്ന, ഒരുപക്ഷെ നമ്മൾ അശ്രദ്ധയിലായിക്കൊണ്ട് ചൊല്ലുന്ന ഒരു ദിക്റാണ്. പക്ഷേ ഇരു കൈകളിലും നന്മകൾ നിറക്കാൻ തക്ക അത്രയും പ്രതിഫലങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു ദിക്റാണ്. അതുകൊണ്ട് നമ്മളിത് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് പരിപൂർണ ശ്രദ്ധയിലായിക്കൊണ്ട് പറയാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നമസ്കാരത്തിലല്ലാത്ത സമയത്തും അത് നമുക്ക് പറയാവുന്നതാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി എന്നുള്ള ദിക്ർ, വഹ്ദിനി എന്നുകൂടി കൂട്ടിച്ചേർക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതനുസരിച്ച് നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പുകളും രാത്രി നമസ്കാരങ്ങളും മറ്റെല്ലാ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ.
റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.